ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാക്സിയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു കോഡ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് ഡിഗ്രി ലെവൽ എക്സാമുകൾക്കും അതുപോലെ തന്നെ LGS ആണെങ്കിലും LDC ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള എക്സാമുകൾക്കൊക്കെ പലപ്പോഴും ടെമ്പറേച്ചറിൻ്റെ കൺവേർഷൻസ് ചോദിക്കാറുണ്ട്. പലപ്പോഴും ഡിഗ്രി സെൽഷ്യസിൽ ഒരു വാല്യൂ തന്നിട്ടുണ്ടാകും, ഒരു ടെമ്പറേച്ചർ തന്നിട്ടുണ്ടാകും, അതിനെ നമ്മൾ ഫാരൻഹീറ്റിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ടാകും. അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പം പലപ്പോഴും ആൾക്ക് കൺഫ്യൂഷൻ ആവാറുണ്ട്, അങ്ങനെ ആളുകൾ ഉത്തരം തെറ്റിക്കാറുണ്ട്. ഇനി അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല, നമ്മൾ അതിനെ കോഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇതിനു മുമ്പും ഞാൻ കൈകളൊക്കെ വിടർത്തിയിട്ട് ഒരു കോഡ് പറഞ്ഞു തന്നിരുന്നു. ആർട്ടിക്കിൾ 14 മുതൽ 20 വരെ ഓർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡ് പറഞ്ഞിരുന്നു. ഇത്തവണയും ഞാൻ കൈകൾ വിടർത്തി തന്നെയായിരിക്കും ഒരു കോഡ് പറഞ്ഞുതരാൻ പോകുന്നത്. അതുകൊണ്ട് രണ്ടും കൂടെ കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, അപ്പം ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5F = 9C + 160 എന്നുള്ളതാണ് ഈ ഒരു കോഡ്. ഈ ഒരു കോഡ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാരൻഹീറ്റോ ഡിഗ്രി സെൽഷ്യസോ അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ടെമ്പറേച്ചറിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. എങ്ങനെയാണെന്നുള്ള കാര്യം നോക്കാം. അതായത് ദോർത്തിരിക്കാൻ വേണ്ടി നിങ്ങളൊന്നും കാണാപ്പാടം പഠിക്കേണ്ടതായിട്ടില്ല. നമ്മുടെ കയ്യിൽ തന്നെ ഇതിൻ്റെ ആൻസർ ഉണ്ട്. രണ്ട് കൈയും വിടർത്തി വെച്ചിരിക്കുന്നുണ്ട്. 180 ഡിഗ്രിയാണ്, പക്ഷേ ഞാൻ നോക്കുന്നത് 160 ഡിഗ്രിയിലാണ്. 160 ഡിഗ്രിയിലാണ് ഞാൻ കൈ വെച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇപ്പം ഞാൻ 160 ഡിഗ്രിയിലാണ് കൈ വെച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇടത്തെ കൈയിലേക്ക് നോക്കുക. നിങ്ങൾക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് 5 ഫിംഗേഴ്സ് ആണ് അല്ലേ? 5 ഫിംഗേഴ്സ് ആണ്. അതുപോലെ തന്നെ 9C എന്ന് പറഞ്ഞല്ലോ, ഞാൻ കോഡ് പറഞ്ഞത് 5F = 9C + 160 എന്നല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ആദ്യം 5 ഫിംഗേഴ്സ് കാണാൻ വേണ്ടി സാധിച്ചു. ഇനിയിപ്പോൾ നോക്കുക, C എന്താണ് C? എൻ്റെ ഇടത്തെ കയ്യിൽ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചുമന്ന കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് C. അതായത് കുറേയധികം C മാർക്കുകളുണ്ട്. ഇതിൻ്റെ പേര് എന്താണെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ നമ്മളിതിനെ C എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 9 Cs ഉണ്ട്. എൻ്റെ ഇടത്തെ കയ്യിൽ 9 C ഉണ്ട്. അതുപോലെ തന്നെ 5 ഫിംഗേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ കൈ പിടിച്ചിരിക്കുന്നത് എത്ര ഡിഗ്രിയിലാണ്? 160 ഡിഗ്രിയിലാണ് പിടിച്ചിരിക്കുന്നത്. C എന്നുള്ളത് എന്താണെന്നുള്ള കാര്യം മനസ്സിലായില്ലേ? അതായത് നമ്മുടെ ഈ മാർക്കുകളുണ്ടല്ലോ, ഈ മടക്കുകളിലെ മാർക്കിംഗ് ആണ് C എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും താഴത്തേത് മാർക്ക് ചെയ്തിട്ടില്ല, അതും കൂടെ കൂട്ടി എണ്ണരുത്. അപ്പം ഈ 9 കൂടുതൽ വരും. ഇപ്പം നമുക്ക് 9 C മാർക്കിങ്ങുകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? C എന്നുള്ളത് ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മുടെ കോഡ് ഇതാണ്. 5F = 9C + 160 എന്നുള്ളതാണ് നമ്മുടെ കോഡ്. ഈ ഒരു കോഡ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങോട്ട് വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഒരു മാർക്ക് ഗ്യാരണ്ടിയാണ്. അപ്പം ഒരു ജസ്റ്റ് നമുക്ക് മാക്സിമം എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തപ്പിയെടുത്തിട്ട് മാക്സിമം എക്സാമ്പിൾസ് നമുക്ക് ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെ ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അതിന് മുമ്പായിട്ട് സിമ്പിളായിട്ടൊരു കാര്യം കൂടെ പറയാം. ഇപ്പം ജസ്റ്റ് ചോദിക്കാറുണ്ട്, 0 ഫാരൻഹീറ്റ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നുള്ള കാര്യം നോക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇക്വേഷൻ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞല്ലോ. 5F = 9C + 160 എന്നുള്ളതാണ് അല്ലേ? 0 ഫാരൻഹീറ്റ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നുള്ളതാണ് ചോദ്യം. നോക്കാം. 5F = 9C + 160. അപ്പം എഫിൻ്റെ അവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ? അപ്പം ഈ പറയുന്ന നമ്മുടെ ഇക്വേഷൻ്റെ ഒരു സൈഡ്, ഇക്വേഷൻ്റെ LHS എന്തായിട്ട് മാറി? ഇക്വേഷൻ്റെ LHS 0 ആയിട്ട് മാറി അല്ലേ? 5 × 0 എത്രയാണ്? 0 ആണ്. ഇനിയിപ്പോൾ ഉള്ളത് RHS മാത്രമാണ് അല്ലേ? RHSൻ്റെ അവിടെ എന്താണ്? 9C + 160 എന്നാണ് കിടക്കുന്നത്. അപ്പോൾ എന്താണ്? ഇവിടുത്തെ 0 = 9C + 160 എന്നായില്ല ഇക്വേഷൻ. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്, എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 0 ഫാരൻഹീറ്റ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നുള്ള കാര്യമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് നമ്മുടെ ഇക്വേഷൻ ഇപ്പം ഇങ്ങനെ മാറിയിട്ടുണ്ട്. 0 = 9C + 160 എന്നായിട്ടുണ്ട്. ആ 9C നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, ഈ പറഞ്ഞ LHSലേക്ക് കൊണ്ടുവരിക. അപ്പം എന്തായിട്ട് മാറും? മൈനസ് ആവും അല്ലേ? ഈക്വൽ ഇപ്പുറത്തേക്ക് വന്നതുകൊണ്ട് -9C = 160 എന്നായി. അപ്പോൾ C കണ്ടുപിടിക്കാമല്ലോ. സിയുടെ വാല്യൂ എത്ര വരും? ഡിവൈഡ് ചെയ്ത് നോക്കുക. 17.7 എന്ന് വരും. വെറും 17.7 അല്ല, -17.7 എന്ന് കിട്ടും. അതായത് 0 ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -17.7 ഡിഗ്രി സെൽഷ്യസ് ആണെന്നുള്ള കാര്യം കിട്ടി. ഇനിയിപ്പം തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നമുക്ക് കൺവേർഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത്രയുള്ള ഒരു കോഡ്. അപ്പം ഈ ഒരു കോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഇത്തരം കോഡുകൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ SCRT സയൻസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ചെയ്തു, ഇപ്പോൾ സയൻസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സയൻസിൽ ഇങ്ങനെ രസകരമായിട്ടുള്ള കോഡുകൾ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു കോഡ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. പ്രത്യേകിച്ചും LGSകാർക്ക് അല്ലെങ്കിൽ LDCക്കാർക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇവയെല്ലാം തന്നെ. ഓക്കെ, അപ്പം നമുക്ക് മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇനി ചെയ്ത് നോക്കാം. നമുക്കിനി കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അതും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവും. നമുക്കിനി കെൽവിൻ സ്കെയിലും കൂടെ നോക്കാനുണ്ട്. മുമ്പേ പഠിച്ച കോഡും 5F = 9C + 160 എന്നുള്ള കോഡും അതുപോലെ തന്നെ 0 ഡിഗ്രി സെൽഷ്യസ് =
273 കെൽവിൻ ആണ് എന്ന് അറിയാവുന്ന ആർക്കും ടെമ്പറേച്ചർ ഏത് സ്കെയിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പം കെൽവിൻ സ്കെയിലിൻ്റെ കാര്യം നമുക്ക് ഏറ്റവും അവസാനം നോക്കാം. അപ്പം മുമ്പേ നമ്മൾ പഠിച്ച കോഡ് വെച്ചിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ചെയ്ത് നോക്കാം. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേവല 0 എന്നറിയപ്പെടുന്ന ഊഷ്മാവ് എത്രയാണ്? ഇവിടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 273 ഡിഗ്രി സെൽഷ്യസ് ആണ് കേവല 0 അഥവാ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എത്രയാണ്? -273 ഡിഗ്രി സെൽഷ്യസ് ആണ്. കെൽവിനുമായിട്ട് കൺഫ്യൂഷൻ ആവരുത്. -273 ഡിഗ്രി സെൽഷ്യസ്. അടുത്ത ചോദ്യം, ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിലെ 35 ഡിഗ്രി സെൽഷ്യസിന് സമാനമായ ഫാരൻഹീറ്റ് സ്കെയിലിലെ താപനില എത്ര? ഇവിടെ നമുക്ക് മുമ്പേ പഠിച്ച ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. 35 ഡിഗ്രി സെൽഷ്യസിന് സമാനമായ ഫാരൻഹീറ്റ് സ്കെയിലിലെ താപനില, നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? 5F = 9C + 160 എന്നായിരുന്നു അല്ലേ? 9C + 160. സിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, എത്രയാണ്? 35 ആണ്. 9 × 35 + 160 എത്ര വരും? 315 + 160 = 475 എന്ന് വരും. അതായത് 5F = 475 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ എഫിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? അങ്ങനെയെങ്കിൽ എഫിൻ്റെ വാല്യൂ 475/5 95 ഫാരൻഹീറ്റ് എന്ന് കിട്ടും. അതായത് 35 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാരൻഹീറ്റിലെ വാല്യൂ എത്രയാണ്? 95 ഫാരൻഹീറ്റ് ആണ്. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യം ചെയ്തു നോക്കാം. 100 ഡിഗ്രി സെൽഷ്യസ് താപനില എത്ര ഡിഗ്രി ഫാരൻഹീറ്റിന് തുല്യമാണ്? 100 ഡിഗ്രി സെൽഷ്യസ് എത്ര ഫാരൻഹീറ്റ് ആണ്? നമുക്ക് ചെയ്ത് നോക്കാം. മുമ്പത്തെ അതേ ഇക്വേഷൻ തന്നെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. 5F = 9C + 160. നോക്കാം. 5F = 9C + 160 അല്ലേ? അപ്പം നമുക്ക് തന്നിരിക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. 9 × 100 + 160 എത്ര വരും? 1060 വരും അല്ലേ? 5F = 1060 എന്ന് വന്നു. അങ്ങനെയെങ്കിൽ എഫിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? 1060/5 എത്ര വരും? 212 ഫാരൻഹീറ്റ് എന്ന് കിട്ടും. അതായത് 100 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാരൻഹീറ്റിൻ്റെ വാല്യൂ ആണ് എത്ര? 212 ഫാരൻഹീറ്റ്. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യം ചെയ്ത് നോക്കാം. ഐസ് ഉരുകുന്ന താപനില ഏത്? എല്ലാവർക്കും അറിയാം എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഐസ് ഉരുകുന്ന താപനില 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 0 ഡിഗ്രി സെൽഷ്യസ്. ഇനി എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്കെയിലുണ്ട്, അതാണ് കെൽവിൻ സ്കെയിൽ. കെൽവിൻ സ്കെയിലും അതുപോലെ തന്നെ ഡിഗ്രി സെൽഷ്യസ് സ്കെയിലും കൂടെ തമ്മിൽ ഒരു ബന്ധമുണ്ട്. അത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പം ഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ കെൽവിനെ എടുത്ത് നേരെ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റുക, എന്നിട്ട് ആ ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിനെ പിന്നീട് ഫാരൻഹീറ്റിലേക്ക് മാറ്റുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്, നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ നമ്മൾ ചെറുതായിട്ടൊന്ന് വളഞ്ഞ് മൂക്കിലേക്ക് പിടിക്കണം, കാരണം ഒരുപാട് കാര്യങ്ങൾ മനഃപ്പാടമാക്കി വെക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊന്ന് രണ്ട് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. അതായത് ഒന്നുമില്ല, ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ ആ റിലേഷൻ ഇത്രയേ ഉള്ളൂ. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 273 കെൽവിൻ ആണ്. റഫ്ലി ആണ് 273 കെൽവിൻ, അഥവാ കറക്റ്റ് വാല്യൂ 273.15 കെൽവിൻ ആണ്. അപ്പം 1 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? നമ്മൾ റഫ്ലി വാല്യൂ പറയുകയാണെങ്കിൽ 274 കെൽവിൻ ആയിരിക്കും. ഓക്കെ, അതിനിപ്പോൾ 5 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിലോ? 5 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ എത്ര ആയിരിക്കും? ഇതിൻ്റെ കൂട്ടത്തിൽ 5 കൂടെ കൂട്ടുക, അപ്പോൾ എത്ര വരും? 278 കെൽവിൻ എന്ന് കിട്ടും. ഈ ഒരു കാര്യം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പം ഈ ഒരു കാര്യം അറിഞ്ഞു, ഈ ഒരു കാര്യം നമുക്കറിയാം. അതായത് ഡിഗ്രി സെൽഷ്യസും കെൽവിൻ സ്കെയിലും തമ്മിലുള്ള റിലേഷൻ അറിയാം. അതുപോലെ തന്നെ 5F = 9C + 160 എന്നുള്ള കാര്യവും നമുക്കറിയാം എന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ കെൽവിൻ സ്കെയിൽ ആണെന്നുണ്ടെങ്കിലും ഡിഗ്രി സെൽഷ്യസ് ആണെന്നുണ്ടെങ്കിലും ഫാരൻഹീറ്റ് ആണെന്നുണ്ടെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് കാര്യങ്ങൾ വാല്യൂസ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് ഇപ്പോൾ കെൽവിൻ സ്കെയിലാണ് തന്നതെന്നുണ്ടെങ്കിൽ, നമ്മൾ മുമ്പേ നോക്കിയത് ഡിഗ്രി സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലിൻ്റെയാണ് എക്സാമ്പിൾസ് നോക്കിയത്. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. 273ൻ്റെ വ്യത്യാസം ഉണ്ടാകും എന്നുള്ള കാര്യം മാത്രം അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഒരു എക്സാമ്പിൾ, കെൽവിൻ സ്കെയിൽ ഒരു വാല്യൂ തരികയാണ്. അതായത്
278 കെൽവിനെ നമുക്ക് എന്താക്കി മാറ്റണം? ഫാരൻ ഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ 278 കെൽവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഡിഗ്രി സെൽഷ്യസ് ആണെന്നറിയാമല്ലോ. 5 ഡിഗ്രി സെൽഷ്യസിനെ ഈസി ആയിട്ട് നമുക്ക് ഫാരൻ ഹീറ്റിലേക്ക് മാറ്റാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പം കാരണം ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ പോരെ, 5 = 9C + 160 എന്നുള്ള ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ അറിയാം അല്ലേ. അപ്പം അത്രയേ ഉള്ളൂ. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ടെമ്പറേച്ചർ സ്കെയിൽസിനെ എങ്ങോട്ട് വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഈ ഒരു കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ച ഈ ഒരു കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുക PSC ഉദ്യോഗാർത്ഥികൾക്ക് പ്രയോജനപ്പെടും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുക സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കായിരിക്കും. കാരണം അവർക്ക് ഈ ഒരു കൺവേർഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അവർക്കും കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, അവർക്കും പ്രയോജനപ്പെടും എന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.